International India Area Region 3യുടെ PhD Training and Leadership Summit 2 ദിവസങ്ങളിലായി വയനാട് കാരാപ്പുഴ വില്ലേജ് റിസോർട്ടിൽ വെച്ച് നടന്നു. സമ്മിറ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യ ദിവസം നടത്തിയ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ റീജിയണൽ സെക്രട്ടറി ശ്രീ രാജേഷ് ഗോപാൽ സ്വാഗതം പറഞ്ഞു. റീജിയണൽ ചെയർമാൻ ശ്രീ കെ രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഗ്രാൻഡ് കൗൺസിൽ ചെയർമാൻ ശ്രീ കെ എം സ്കറിയാച്ചൻ ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഏരിയ സെക്രട്ടറി ശ്രീ മൈക്കിൾ കെ മൈക്കിൾ, റീജിയണൽ വൈസ് ചെയർമാൻ ശ്രീ വി പി അശോകൻ, ഇന്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ ശ്രീമതി പ്രിയ ഗോപാൽ, ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്തൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് പ്രസിദ്ധ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ട്രെയിനർ ശ്രീ അഗസ്റ്റിൻ ബി ഫ്രാൻസിസ് നടത്തിയ 1.5 മണിക്കൂർ നീണ്ടുനിന്ന ഫസ്റ്റ് സെഷൻ ട്രെയിനിംഗ് ക്ലാസ്സിൽ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ റീജിയൻ 3യിലെ 100ഓളം ക്ലബ് ലീഡേഴ്സ് പങ്കെടുത്തു. തുടർന്ന് ക്യാമ്പ് ഫയറിനും സമീപം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഡിന്നർ ആൻഡ് ഫെലോഷിപ്പോടെ ഫസ്റ്റ് ഡേ ട്രെയിനിംഗ് പ്രോഗ്രാം അവസാനിച്ചു. Good. 5, 6. Excellent. Okay, 1, 4. ഒരു സദസ് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ആദ്യമായി ഇത്രയും ദൂരം വന്ന ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ മെമ്പർമാരോടും ആദ്യം റീജിയൻ ലെവലിൽ നന്ദി പറയുന്നു. സ്വാഗതത്തിന് മുന്നേ നന്ദിയാണ് പറയുന്നത്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് രാവിലെ പുറപ്പെട്ട് എല്ലാവരും കൂടെ എത്തിച്ചേർന്നു. വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കണം. സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ റീജിയണൽ ചെയർമാനെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാൻഡ് കൗൺസിൽ ചെയർമാൻ മിസ്റ്റർ കെ സ്കറിയാച്ചനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏരിയ സെക്രട്ടറി മിസ്റ്റർ മൈക്കിൾ കെ മൈക്കിളിനെയും സ്വാഗതം ചെയ്യുന്നു. So I am so proud. First of all, let me convey my gratitude to all the participants who came from different places of District 3. ലാസ്റ്റ് നമ്മൾ വന്നെത്തിയ പേര് such a beautiful name, Young Minds International. അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം ഇതിന് പറ്റിയ ഒരു ലോഗോ, ഒരു എംബ്ലം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഗൂഗിൾ ചെക്ക് ചെയ്യേണ്ടി വന്നതിൻ്റെ മീനിങ് എന്താണെന്ന് കറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ലീഡേഴ്സ് സബ്മിറ്റ് കോർഡിനേറ്റ് ചെയ്ത റീജിയൻ 3യുടെ റീജിയണൽ ചെയർമാൻ രഞ്ജിത്തിനെയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ സായാഹ്നത്തിൽ നമ്മുടെ 2 സെഷനായിട്ട് PhDയുടെ ട്രെയിനിങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരം അതുപോലെ നാളെയും രാവിലെയുണ്ട്. അത് എല്ലാ മെമ്പർമാരും ക്ഷമയോടെ ഇരുന്ന് ട്രെയിനിങ് സെഷൻ ഫുള്ളായി കേട്ട് ആസ്വദിച്ച് അത് നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ അതിലൊരു ഗുണകരമാകുന്ന തരത്തിൽ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സസ്യശ്യാമളത തളം കെട്ടി നിൽക്കുന്ന ഈ വയനാടിന്റെ മണ്ണിൽ ഇത്തരത്തിൽ മനോഹരമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ച നമ്മുടെ റീജിയണൽ ചെയർമാൻ രഞ്ജിത്ത് സാറിനും അദ്ദേഹത്തിന്റെ കർമ്മസാരഥികൾക്കും ഡിസ്ട്രിക്ട് 3യുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അദ്ദേഹത്തിന്റെ പേര് വളരെ സുപരിചിതമാണ്. ഈ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ഫേമസ് പേഴ്സണാലിറ്റീസ് എന്ന് തന്നെ അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ അഗസ്റ്റിൻ ഫ്രാൻസിസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മുഴുവൻ പേരും ഈ ഒരു സെഷൻ വളരെ കൃത്യമായിട്ട് തന്നെ എൻജോയ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു. Thank you, sir. Thank you so much. So good evening. Good evening. Good evening. Good evening. So most respected chairman of the meeting. Mama, I
want to talk to you. She was doing something, she was making some porridge in the kitchen. She left everything and ran to her daughter. What's happening? You tell me what is happening. Then she told her, Mama, you just pull that chair. You pull that chair, you sit cool. I am going to tell my biggest dream. Then Mama asked, what is your dream, Modu? Then she said, Mama, I want to be the fastest runner in the world. എങ്ങനെ തളർന്നു പോകാണ്ടിരിക്കും? 6 വയസ്സുള്ള കാല് തളർന്നു കിടക്കുന്ന ഒരു കൊച്ച് എനിക്ക് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ തകർന്നു പോയില്ലേ ഹൃദയം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ 7 ആയി. ഒരു അരമണിക്കൂർ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ ഒത്തുകൂടാം. ട്രെയിനിങ് ക്യാമ്പിന്റെ 2ാം ദിനം രാവിലെ കൃത്യം 9:30 ക്യാമ്പ് ആക്ടിവിറ്റീസ് പുനരാരംഭിച്ചു. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ചുമുള്ള അറിവ് പകർന്നുകൊണ്ട് റീജിയണൽ ചെയർമാൻ ശ്രീ രഞ്ജിത് കുമാർ ക്ലാസ് എടുത്തു. ക്ലബിലേക്ക് കൂടുതൽ മെമ്പർമാരെ ഉൾപ്പെടുത്തുന്നതിനും കൂടുതൽ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിനും ക്ലബിലെ മെമ്പർമാരെ നിലനിർത്തുന്നതിനുമുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ ഏരിയ സെക്രട്ടറി ശ്രീ മൈക്കൽ കെ മൈക്കൽ ക്ലാസ് എടുത്തു. തുടർന്ന് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ 2nd സെഷൻ നടന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രസകരമായ കളികളുടെയും മഹാന്മാരുടെ വിജയകഥകളുടെയും സഹായത്തോടെ ട്രെയിനർ ശ്രീ അഗസ്റ്റിൻ ബി ഫ്രാൻസിസ് ക്ലബ് നേതാക്കളെ ട്രെയിൻ ചെയ്തു. തുടർന്ന് ട്രെയിനിങ്ങിനെ കുറിച്ച് പങ്കെടുത്തവർ ഉന്നയിച്ച സംശയങ്ങൾക്ക് ട്രെയിനർ ശ്രീ അഗസ്റ്റിൻ വി ഫ്രാൻസിസ് മറുപടി പറഞ്ഞു. ട്രെയിനിങ്ങിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. റീജിയണൽ സെക്രട്ടറി ശ്രീ രാജേഷ് ഗോപാൽ നന്ദി പറഞ്ഞു. Okay. Next we have International Treasurer, that is Anthony Joseph. They are International Treasurer. International Grand Council. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗൺസിലാണ്. ഇതാണ് എവിടെയാണ് ഫോൾട്ട് ഉള്ളത്, ആ ഫോൾട്ട് ഇന്ത്യയിലാണെന്ന് പറയുകയും അത് ഇന്റർനാഷണൽ പ്രസിഡന്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തെ പോലും തിരുത്തി നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ഒരു സമിതിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. Societies
development, women empowerment, youth empowerment, whatever we envisage is the bond we create, the platform we create, and on which we start building our organizations. Yes, surely yes. You all can be proud of that. And if you start counting, there are around 14, 15 women members are sitting. That's one of the most encouraging I have noticed over the years. Congratulations for the ladies for taking that initiative. We are in an organization, Young Minds International. There is some effective tips for your leadership. ഇത് ജസ്റ്റ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. മീറ്റിംഗിന്റെ ഡയസ് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും. ചില ആൾക്കാർ പറയും ഞാൻ ഇത്രയൊക്കെ പ്രായമായില്ലേ. നിങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മൈൻഡാണ്? ആ കളി വേറെയാണ്. ഇനി ആരും ഒരാൾ പോലും പ്രായം ചോദിച്ചാൽ പോലും പറയരുത്. ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ഇനി നമുക്ക് 15 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഇൻക്രീസ് യുവർ സ്പീഡ്. വേഗം ഒന്നും നോക്കണ്ട, ആരും നോക്കണ്ട, വേഗത്തിൽ പോട്ടെ പോട്ടെ. ഒരു 10x കൂടി ഇടാ, 10x കൂടി ഇടാ, ധൈര്യമായിട്ട് ഇടാ. സ്പീഡിൽ പോട്ടെ പോട്ടെ, സ്പീഡിൽ പോട്ടെ പോട്ടെ പോട്ടെ, വേഗത്തിൽ വീണ്ടും വീണ്ടും ലാസ്റ്റ് ഒരു 2 കൂടി ഇടാ. ഓക്കെ സ്റ്റോപ്പ്. അപ്പ അത് മാത്രമാണ് 88 കിട്ടിയത്. എത്ര ടൈമാണ്, എത്ര ടൈംസ് ആണ് കൂടിയത് പെർഫോമൻസ്? 80 വിചാരിച്ചു 94. സാർ 30 വിചാരിച്ചു, സാറിന് കിട്ടിയത് 88 ആണ്. സാറോ 25 വിചാരിച്ചു 110, 50 വിചാരിച്ചു 116. അവിടെ 60 വിചാരിച്ചു 105 ചെയ്തു. അവിടെ 127. അവിടെ 80. 150 വിചാരിച്ചു 140. ഒപ്പ പോരെ. അവിടെ എന്റെ ചേച്ചി 30 വിചാരിച്ചു, കിട്ടിയത് എത്രയാ? 81. അവിടെ 25 വിചാരിച്ചു 96. എന്താ പ്രൊഡക്ടിവിറ്റി? അവിടെ 147. വെരി ഗുഡ്. അത് വിചാരിച്ച എത്രയാ? 50 വിചാരിച്ചു. അവിടെ 90. 60 വിചാരിച്ചു 93. 27 വിചാരിച്ചിട്ട് 90. മൈ ഗോഡ്. അവിടെ 55, 86. അവിടെ 40, 96. 50, 102. പൊട്ടൻ അവിടെ പറഞ്ഞല്ലേ? അവിടെ സാറേ 200 അവിടെ 50, 104. കാരണം 222 വരെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. കേന്ദ്ര വിദ്യാലയ കോഴിക്കോട് KV ഒരു കൊച്ച് 222 ആണ് ഹൈസ്റ്റ്. 30 ആണ് പൊട്ടൻ പറഞ്ഞത്. 71. അവിടെ സാറേ 60 വിചാരിച്ചു 91 ചെയ്തു. 189. 89 കൂടെ 150 ഒക്കെ അല്ലേ കിടക്കുന്നത്? അവിടെ 70, 89. എത്ര ടൈംസ് ആണ് പ്രൊഡക്ടിവിറ്റി? 75, 130, 50, 102, 35, 80. അവിടെ 30 വിചാരിച്ചു 113. അവിടെ 30 വിചാരിച്ചു 64. 50 വിചാരിച്ചു 100. 55 വിചാരിച്ചു 60. ചിലപ്പോൾ മേ ബി ഇരുന്ന പൊസിഷൻ കൊണ്ടായിരിക്കും. ഓക്കെ 60, 115. അടിപൊളി ഷർട്ടാട്ടോ. 100, 114. 80, 94. എന്തു കണക്കാ? 1 മിനിറ്റിൽ 2 ഞാൻ എക്സലന്റ്. അവിടെ ഓക്കെ. അവിടെ 131. 60, 112. അവിടെ 35, 93. അപ്പോ 50, 110. ഇവിടെ പറഞ്ഞോ 60, 74.
ഒരു രക്ഷയും 50 100 60 104 ഓക്കെ അവിടെ 60 134 25 ഓക്കെ 50 104 അവിടെ എത്തിയിട്ടില്ല 30 107 60 ഇവിടെ അത് ഞാൻ ചോദിച്ചല്ലേ 50 നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെ സത്യം പറഞ്ഞാൽ ഐ ആം വെരി പ്രൗഡ് ബിക്കോസ് ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് സച്ച് എ വണ്ടർഫുൾ പീപ്പിൾ. ഇങ്ങനത്തെ ഡാൻസും പാട്ടൊക്കെ ചേർന്നുകൊണ്ട് എല്ലാവരും ആഘോഷിക്കുമ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് വളരെ ശരിയായ ദിശയിലാണ് തന്നെയാണ്. ഏതായാലും അഗസ്റ്റൻ സാറിന്റെ ക്ലാസ്സിനെ പറ്റി ഫീഡ്ബാക്ക് പറയുമ്പോൾ സാറ് ബേസ് ലെവലിൽ നിന്നുകൊണ്ട് എങ്ങനെ ആൾക്കാരിലേക്ക് ഫസ്റ്റ് ഇന്നത്തെ വീഡിയോ ഇനീഷ്യേറ്റീവ് ആയിട്ട് കാണിച്ച വീഡിയോ വളരെ വളരെ റെലവെന്റ് ആയ കാര്യമാണ് നമ്മുടെ ഏത് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പലരും തന്നെ ഈ പ്രസ്ഥാനത്തിൽ വന്ന് കാണുമ്പോൾ ഞാൻ ചെയ്യണോ മറ്റൊരു ചെയ്തുകൂടെ സംശയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ ഒരു പയ്യൻ ഒരു വലിയൊരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ഒരു വലിയ ഗ്രൂപ്പ് നോക്കി നിൽക്കുന്ന സമയത്ത് മുന്നോട്ട് വന്നപ്പോൾ എത്ര എളുപ്പത്തിലല്ല മറികടന്നു കാണിക്കുമ്പോൾ ഇറ്റ്സ് പോസിബിൾ ഫോർ ഓൾ ഓഫ് us. നല്ല ക്ലാപ്പ് കൊടുക്കാൻ കാരണം നല്ലൊരു ഇനിഷ്യേറ്റീവ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. അപ്പൊ അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇന്ന് മുതൽ യങ് മൈൻഡ്സിൽ പൊട്ടനില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമോ? വളരെ എന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സാറിന്റെ ക്ലാസ്. ഞാൻ തളിപ്പറമ്പ് സിറ്റി ക്ലബിന്റെ പ്രസിഡന്റാണ്. ഞങ്ങളാണ് ഇവിടെ 14 പേരുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന് അഭിനയിക്കുന്നതിന് പകരം ഇദ്ദേഹത്തെ കണ്ടെത്തിയ നമ്മുടെ രാജേഷ് ഗോപാൽ അതുപോലെ തന്നെ രഞ്ജിത്ത് സാറിനെയും ഞാൻ മുക്ത എന്ന പുള്ളിയായിരുന്നു നമുക്ക് ഇതിലും ടീച്ചിങ് തന്നത്. പുള്ളിക്ക് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഒരുക്കുക, നല്ല ഫുഡ് ഒരുക്കുക ഈ റിസോർട്ട് മാനേജ്മെന്റിനും നമ്മുടെ റീജിയന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.